ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് നമ്മുടെ അഡോളസൻസിൻ്റെ ആ ഒരു പ്രായം. അതായത് നമ്മുടെ കൗമാര പ്രായം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏജാണ് നമ്മുടെ അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത്, അല്ലേ? നമുക്കറിയാം, നമ്മുടെ പേരൻസ് നമുക്ക് ഒരുപാട് ചേഞ്ചസുകൾ വരുന്നൊരു പ്രായമാണ് അഡോളസൻസിൻ്റെ പ്രായം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു ഏജിൽ നമുക്കൊരു പാരൻസ് ഒരു കാര്യം പറയുമ്പോഴേക്ക് നമുക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാവും. അതേപോലെ തന്നെ ഗേൾസിൻ്റെ കാര്യത്തിലാണെങ്കിൽ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും, ബോയ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇജാക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ ഫീമെയിലിൻ്റെ ഗേൾസിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവരുടെ ബ്രസ്റ്റിനൊക്കെ നല്ല ചേഞ്ച് വരുന്നുണ്ട്. അതേപോലെ ഹെയേഴ്സ് വരുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ബോയ്സിൻ്റെ സൗണ്ട്സിലായാലും ഹൈറ്റിലായാലും ഒക്കെ നല്ല ചേഞ്ചസ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഹെയേഴ്സ് ആയാലും അതേപോലെ നമ്മുടെ ബോയ്സിൻ്റെ കാര്യത്തിൽ അവരുടെ ചെസ്റ്റൊക്കെ നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് ചേഞ്ചസുകൾ വരുന്ന കാണാൻ പറ്റും, അല്ലേ? ബോയ്സിൻ്റെ കേസിലായാലും ഗേൾസിൻ്റെ കേസിലായാലും നമ്മുടെ സ്കിന്നിന്, അതായത് നമ്മുടെ മുഖത്തൊക്കെ നന്നായിട്ട് ഫേസിലൊക്കെ പിമ്പിൾസൊക്കെ വരാൻ ചാൻസ് ഉള്ളൊരു കാലമാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു പീരീഡ് ഇങ്ങനെയൊക്കെ ചേഞ്ച് വരുന്നത് കണ്ടിട്ട് നമുക്ക് ഭയങ്കര പേടിയൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഈസ് ഇൻ അഡോളസൻസ് an important phase in a child life. Okay, many changes occur in the body during this phase. അപ്പോൾ ഈ ഒരു പീരീഡിനെയാണ് നമ്മൾ, ഇത്തരം ചേഞ്ചസുകൾ വരുന്ന ഈ ഒരു പീരീഡിനെ നമ്മൾ പ്യൂബർട്ടി എന്ന് പറയും. പ്യൂബർട്ടി ഈസ് അറ്റൈൻഡ് വെൻ സീമൻ പ്രൊഡക്ഷൻ, അതായത് ബോയ്സിൽ സീമൻ പ്രൊഡക്ഷൻ ബെഗിൻസ് ഇൻ ബോയ്സ്. അതായത് ബോയ്സിൽ സീമൻ പ്രൊഡക്ഷൻ ശുക്ലം വരുന്ന ഒരു പ്രായമാണ് ഈ ഒരു ഏജ് എന്ന് പറയുന്നത്. ആൻഡ് മെൻസ്ട്രേഷൻ ഇൻ ഗേൾസ്, അതായത് സ്ത്രീകളിലാണെങ്കിൽ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നൊരു കാലം കൂടിയാണ്. ഡ്യൂറിങ് ദിസ് സ്റ്റേജ് ദ ബോഡി അണ്ടർഗോസ് സെർട്ടൈൻ യുണീക്ക് ചേഞ്ചസ്, അല്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ബോഡി ഒരുപാട് ചേഞ്ചസുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബോയ്സിൽ സീമൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും, അതേപോലെ മെൻസ്ട്രേഷൻ എങ്ങനെയാണ് ഗേൾസിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മുടെ മെയിൽ എന്ന് പറയുന്നത് നമുക്കറിയാം സ്പേം, അതായത് സ്പേമിന് നമ്മുടെ മെയിലിലെ ഓർഗൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സൊക്കെ പഠിച്ചതാണ്, അല്ലേ? നമ്മൾ ടെസ്റ്റിസ് അഥവാ വൃഷണത്തിൽ വെച്ചിട്ടാണ് നമ്മൾ സ്പേം ഉണ്ടാവുന്നത്, അല്ലേ? അപ്പോൾ നമുക്കറിയാം, ഈ ടെസ്റ്റിസിൽ ഉണ്ടാവുന്ന ഈ ഒരു സ്പേം, അതായത് ഈ സ്പേം നമുക്കറിയാം, ഇതിലൊരു ട്യൂബ് പോലുള്ളൊരു ഭാഗമുണ്ട്, അല്ലേ? ആ ഒരു ട്യൂബ് പോലുള്ള ഭാഗത്തിന് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ടായിരുന്നു വാസ് ഡിഫറൻസ് എന്നാണ് ഇതിനെ പറയുക, അല്ലേ? ഇതിന് നമ്മൾ വാസ് ഡിഫറൻസ് എന്നാണ് പറയുക. അപ്പോൾ സ്പേം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പേം ഈ വാസ് ഡിഫറൻസ് വഴി മുകളിലേക്ക് എൻറ്റർ ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ആരുണ്ട്? യൂറിനറി ബ്ലാഡറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഗ്ലാൻഡിനെ കാണാൻ പറ്റും. അതായത് 3 ഗ്ലാൻഡിനെ ഇവിടെ കാണാൻ പറ്റും. ഒന്നിത്, അല്ലേ? അതേപോലെ അതിന് തൊട്ട് താഴെ വേറൊന്ന്, അതിന് തൊട്ട് താഴെ വേറൊന്ന്, അങ്ങനെ 3 ഗ്ലാൻഡുകളെ നമുക്കവിടെ കാണാൻ പറ്റും. നമുക്ക് ഒരുപാട് ഗ്ലാൻഡ് ഉണ്ടല്ലോ നമ്മളെ ശരീരത്തിൽ, അല്ലേ? നമ്മളെ ലിവർ, അതേപോലെ കിഡ്നിയൊക്കെ ഓരോ ലിവറൊക്കെ ഒരു ഗ്ലാൻഡാണ്. അതേപോലെ ഇവിടെ 3 ഗ്ലാൻഡിനെ നമുക്ക് കാണാൻ പറ്റും. ഈ 3 ഗ്ലാൻഡിലും കുറച്ച് ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് ഫ്ലൂയിഡ് പോലുള്ള ഒരു വസ്തു പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിനെ നമ്മൾ സെമിനൽ പ്ലാസ്മ എന്നാണ് പറയുക. അതിനെപ്പറ്റി പഠിക്കാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 3 ഗ്ലാൻഡിലും ഒരു ഫ്ലൂയിഡ് പോലത്തെ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സ്പേം നേരെ ഇതിലൂടെ പോയിട്ട് ഇവിടെ ഈ ഗ്ലാൻഡിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് നമുക്കറിയാം, ഫസ്റ്റിൽ എത്തുന്ന സമയത്ത് തന്നെ സ്പേം ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ ഫസ്റ്റ് ഗ്ലാൻഡിൽ വെച്ചിട്ടും എന്ത് ചെയ്യും? നമുക്ക് ആ ഒരു ഫ്ലൂയിഡ് കിട്ടും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഗ്ലാൻഡിൽ എത്തുന്ന സമയത്തും വീണ്ടും ആ ഫ്ലൂയിഡ് ഉണ്ടാവും. തേർഡ് ഗ്ലാൻഡിൽ വെച്ചിട്ടും വീണ്ടും ഈ ഒരു ഫ്ലൂയിഡിൻ്റെ പ്രസൻസ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ നമ്മുടെ സ്പേമിന് നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റും ഈ ഒരു ഫ്ലൂയിഡിൻ്റെ ഹെൽപ്പോട് കൂടി, അല്ലേ? അപ്പോൾ ഈ
സെമിനൽ പ്ലാസ്മയും സ്പേമും കൂടി ചേർന്നതിനാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? സീമൻ അഥവാ ശുക്ലം എന്ന് പേര് വിളിക്കുക. അതായത് നമ്മുടെ ടെസ്റ്റിസിൽ നിന്നും പോകുന്ന സ്പേം ഇവിടെ എത്തുന്നു. ഇവിടെ വെച്ചിട്ട് ഈ ഗ്ലാൻഡിൽ ഉള്ള ഈ ഒരു ഫ്ലൂയിഡുമായിട്ട് മിക്സായിട്ടാണ് പിന്നീട് ഈ ഒരു ട്യൂബിലൂടെ അല്ലേ, ഈ ട്യൂബിനെ നമുക്കറിയാം, ട്യൂബിനെ കവർ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ പെനിസ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ പെനിസിലൂടെയാണ് നമ്മുടെ ശുക്ലം അഥവാ ഈ പറയുന്ന സീമൻ പുറത്തേക്ക് പോകുന്നത് അല്ലേ. ഓക്കെ, അതായത് സ്പേം നേരെ ഇവിടെ എത്തുന്നു. ഇവിടെ യൂറിനറി ബ്ലാഡറിന് ഉള്ളിലേക്ക് എത്തുന്നു. അവിടെ 3 ടൈപ്പ് ഗ്ലാൻഡ് ഉണ്ടാവും. ഇവിടെ വെച്ചിട്ട് നമുക്കറിയാം അവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡായിട്ട് കലർന്നിട്ട്, അതായത് സെമിനൽ പ്ലാസ്മ എന്നാണ് അതിന് പറയുക. അതും സ്പേമുമായിട്ട് മിക്സായിട്ടാണ് നമ്മുടെ പെനിസിലൂടെ എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് വിസർജിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പുറത്തേക്ക്, ഈ ഒരു പെനിസിലൂടെ പുറത്തേക്ക് വരുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ഇജാക്കുലേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇജാക്കുലേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പീരീഡിൽ, ഈ ഒരു അഡോളസൻസിൻ്റെ പീരീഡിലാണ് നമ്മുടെ ബോയ്സിൽ ഇജാക്കുലേഷൻ എന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. നമ്മുടെ ആ ഒരു ബോഡിയിൽ നമുക്കറിയാം, നമ്മുടെ മെയിൽ സെക്സ് ഹോർമോൺ എന്ന് പറയുന്നത് എന്താണ്? ടെസ്റ്റോസ്റ്റിറോൺ ആണ് അല്ലേ. നമ്മൾ മുമ്പേ പഠിച്ചതാണ്. നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഓക്കെ, നമ്മുടെ മെയിൽ ഹോർമോൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ മെയിൽ ഹോർമോണ് എന്ത് ചെയ്യും? നമ്മുടെ ഈ ടെസ്റ്റിസിൻ്റെ വളർച്ചയും അതുപോലെ സ്പേമിൻ്റെ ഉൽപ്പാദനമൊക്കെ വളരെയധികം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ഇവിടെ നമ്മുടെ ബോയ്സിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഇജാക്കുലേഷൻ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. സ്പേം നേരെ യൂറിനറി ബ്ലാഡറിലെത്തി അവിടെ നിന്ന് ആ ഗ്ലാൻഡിലകത്തുള്ള ഫ്ലൂയിഡുമായിട്ട് സ്പേം അങ്ങോട്ട് മിക്സ് കലർന്നിട്ട് അവിടെ വെച്ചിട്ടാണ് സീമൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് അല്ലേ. എന്നിട്ട് പെനിസിലൂടെ അത് പുറത്തേക്ക് എൻട്രി ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പുറത്തേക്ക് വിസർജിക്കുന്ന ആ ഒരു എക്സ്ക്രീറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇജാക്കുലേഷൻ എന്ന് പറയാം. ഓക്കെ 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 അപ്പോൾ അത് മനസ്സിലായല്ലോ എന്താണ് ഇജാക്കുലേഷൻ എന്നുള്ളത്. ഓക്കെ.